രാവിലെ 6 മണിയായപ്പോൾ നമ്മൾ ഈ കൃഷി സ്ഥലത്ത് വന്നു. 7 മണി മുതൽ നമ്മൾ 4 പേര് നടാൻ തുടങ്ങി. വൈകിട്ട് 7 മണി വരെയാണ് നട്ടു തീർന്നത്. പൂക്കളില്ലാതെ മലയാളികൾക്ക് എന്ത് ഓണാഘോഷം? നമ്മുടെ നാട്ടിലും പൂക്കൃഷി വിജയകരമാക്കാൻ പറ്റുമെന്നതിൻ്റെ ഉദാഹരണമാണ് ദാ ഈ കാണുന്നത്. ഇടുക്കി സേനാപതിയിൽ നിന്നുമുള്ള പൂവിശേഷങ്ങൾ നമുക്കൊന്ന് കാണാം. നെൽകൃഷി ഉൾപ്പെടെ കൃഷിയുണ്ടായിരുന്ന പാടശേഖരം തരിശുഭൂമിയായി കിടക്കുന്നത് കണ്ട സുഹൃത്തുക്കളായ സിന്ധു കണ്ണനും ജിലു ബിജുവും 2 മാസം മുമ്പ് പാട്ടത്തിനെടുത്തു. എന്ത് കൃഷി ചെയ്യണമെന്ന ആലോചനകൾ. ഓണത്തിന് 2 മാസം മാത്രം ബാക്കി നിൽക്കെ തീരുമാനമായി പൂക്കൃഷി തന്നെ. പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ഇറക്കാൻ തീരുമാനിച്ചു. ആദ്യ ശ്രമം പരാജയം. പിന്മാറിയില്ല. കൃഷിക്ക് കൂട്ടായി ജീവിത പങ്കാളികളും കൂടെ ചേർന്നു. 4 പേരും കൂടെ നട്ടുപരിപാലിച്ചത് 4000 തൈകൾ. 2 വീട്ടമ്മമാർ കൂടി പാട്ടത്തിന് എടുത്തിരിക്കുന്ന സ്ഥലമാണ്. ആദ്യത്തെ കൃഷിയാണ് ഈ പൂക്കൃഷി. 5 ഐറ്റം ഉണ്ട് ഇവിടെ. അതായത് ജമന്തി 2 കളറ്, വൈറ്റും മഞ്ഞ, ചെണ്ടുമല്ലിയും ഓറഞ്ചും മഞ്ഞ, പിന്നെ വാടാമുല്ലിയുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിലാണ്. മഴക്കാലം ആയിരുന്നു, എന്നാൽ പോലും നല്ല രീതിയിലാണ് ഇതുവരെ വന്നിരിക്കുന്നത്. ബന്ദി, വാടാമുല്ല, ചെണ്ടുമല്ലി തുടങ്ങി 5ഓളം ഇനങ്ങളിൽപ്പെട്ട പൂക്കൾ പാടത്ത് വിരിഞ്ഞു. 9 വർഷത്തേക്കാണ് പാട്ടക്കരാർ. ഓണം വിപണി കഴിഞ്ഞാൽ വരും വർഷങ്ങളിലും സേനാപതിയിൽ പൂക്കൾ വിരിഞ്ഞും. ഇവർ 2 പേരും കൂടി ഇങ്ങനെ തീരുമാനിച്ചു പൂക്കൃഷി ചെയ്യാമെന്ന്. അവർക്ക് സപ്പോർട്ടായിട്ട് നമ്മളും അവരുടെ കൂടെ കൂടി. ഏക്കലും കുഴപ്പമില്ല, നല്ല രീതിയിൽ ചെയ്യാൻ സാധിച്ചു. നല്ലൊരു സന്തോഷമാണ്. ഇങ്ങനെ പൂത്തിരിക്കുന്ന പൂക്കൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് സന്തോഷമുണ്ടല്ലോ. ആദ്യത്തെ ഇതായതുകൊണ്ട് നമുക്ക് നല്ല ചിലവ് വന്നു. ഒരു 10-80,000 രൂപയോളം ചിലവ് വന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഈ വാഴക്കൃഷിയൊക്കെ ചെയ്ത് മൊത്തം ഇതായി കിടന്ന സ്ഥലമാണ്. നമ്മളത് എടുത്തതിന് ശേഷമാണ് കംപ്ലീറ്റ് JCB ഉപയോഗിച്ച് കംപ്ലീറ്റ് ക്ലിയറാക്കി മൊത്തം കാനെല്ലാം കോരി ഇത് ചെയ്താണ് ഇത്ര ആക്കിയെടുത്തത്. നിരവധി ആളുകൾ പൂക്കൾക്കായി വന്നു തുടങ്ങി. പൂക്കളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ എത്തുന്ന സഞ്ചാരികൾക്ക് വേണ്ട സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. രണ്ട് സുഹൃത്തുക്കൾ വിചാരിച്ചപ്പോൾ 1/2 ഏക്കറോളം പാടശേഖരത്തിലാണ് പൂ വിരിഞ്ഞത്. എങ്കിൽ നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ നമ്മുടെ മുറ്റത്ത് വിരിയുന്ന പൂക്കളാൽ തന്നെ നമ്മുടെ ഓണം നമുക്ക് കളറാക്കാൻ സാധിക്കും. പവിക്കൊപ്പം നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്, കുമളി.